ഹായ് ഓൾ, വെൽക്കം ടു സൈലം ടെക്നിക്കൽ. അപ്പോൾ RRBJയുടെ CBT2 എക്സാമിന്റെ ഡേറ്റ് ഒക്കെ വന്ന് എല്ലാവരും നല്ല പഠിത്തത്തിലായിരിക്കില്ലേ? നമ്മൾ RRBJയിലെ CBT2 വന്നിട്ടുള്ള ഡിസൈൻ ഓഫ് സ്റ്റീൽ സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ സ്റ്റീൽ എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പൊതുവെ പ്രീവിയസ് ഇയറിൽ സ്ഥിരമായിട്ട് ചോദിച്ചു കണ്ടുവരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് സ്റ്റീൽ എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിന്ന്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ കണക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ് കൂടുതലായിട്ട് നിങ്ങൾ ഫോക്കസ് ഓൺ ചെയ്യേണ്ടത്. കണക്ഷനിൽ നിന്നാണ് പൊതുവെ കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് കിട്ടാറുള്ളത്. സോ നമുക്ക് കണക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിലെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: എ റിവറ്റഡ് ജോയിന്റ് ക്യാൻ ഫെയിൽ ഇൻ ടിയറിംഗ് ഓഫ് പ്ലേറ്റ് ഓൺലി, ഷിയറിംഗ് ഓഫ് റിവറ്റ് ഓൺലി, ബിയറിംഗ് ഓഫ് പ്ലേറ്റ് ഓർ റിവറ്റ് ഓൺലി, എനി ഓഫ് ദി എബവ്. എങ്ങനെയാണ് ഒരു റിവറ്റഡ് ജോയിന്റ് ഫെയിൽ ആവുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഒരു റിവറ്റഡ് ജോയിന്റ് 3 രീതിയിൽ ഫെയിൽ ആവാം. ഏതായിരിക്കും ആൻസർ വരിക? നിങ്ങളൊന്ന് മനസ്സിലേക്ക് ആലോചിച്ചേ. ഒരു റിവറ്റഡ് ജോയിന്റ് 3 രീതിയിൽ ഫെയിൽ ആവാം. ടിയറിംഗ് ഓഫ് പ്ലേറ്റ് കൊണ്ട് ഫെയിലിയർ സംഭവിക്കാം, ബിയറിംഗ് കൊണ്ട് ഫെയിലിയർ ഉണ്ടാവാം, ഷിയറിംഗ് കൊണ്ടും ഫെയിലിയർ ഉണ്ടാവാം. ഈ 3 കാര്യങ്ങളും ഫെയിലിയർ ഓഫ് റിവറ്റഡ് ജോയിന്റിന് ഉള്ള റീസൺസ് ആണ്. എന്നാൽ റിവറ്റിന്റെ ഫെയിലിയേഴ്സ് അല്ലെങ്കിൽ റിവറ്റ് വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഷിയറിങ്ങും ബിയറിങ്ങും മാത്രമാണ്. സ്ട്രെങ്ത് ഓഫ് റിവറ്റഡ് ജോയിന്റ് കണ്ടുപിടിക്കുമ്പോഴാണ് ഈ 3 പാരാമീറ്റേഴ്സും നമ്മൾ നോക്കേണ്ടത്. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ ഡി, എനി ഓഫ് ദ എബവ്. ഓപ്ഷൻ ഡി, എനി ഓഫ് ദ എബവ് എന്നുള്ളത് വരും. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഞാൻ വേറെ കളർ വെച്ച് മാർക്ക് ചെയ്യാം. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. അടുത്ത ചോദ്യം: The gross diameter of 14 mm nominal diameter rivet is 15.5 mm, 16 mm, 16.5 mm and none of the above. എങ്ങനെയാണ് നമ്മൾ ഡയമീറ്റർ ഓഫ് റിവറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ഡയമീറ്റർ ഓഫ് റിവറ്റ് ഹോള് കണ്ടുപിടിക്കുക? നമുക്ക് 2 കണ്ടീഷൻസ് ആണുള്ളത് റിവറ്റിൽ. ഡയമീറ്റർ ഓഫ് റിവറ്റ് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ഡി വെച്ചിട്ട് ഞാൻ കാണിക്കുന്നു. സ്മോൾ ലെറ്റർ ഡി എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് റിവറ്റ് അല്ലെങ്കിൽ ഡയമീറ്റർ ഓഫ് ഷാങ്ക് എന്നൊക്കെ നമുക്ക് പറയാം. ഡയമീറ്റർ ഓഫ് റിവറ്റ് ആണ്. ഡി ഡാഷ് എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് റിവറ്റ് ഹോൾ ആണ് ഞാൻ അസ്യൂം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഡയമീറ്റർ ഓഫ് റിവറ്റ് 25 mm താഴെയാണെങ്കിൽ നമ്മൾ എടുക്കേണ്ട കണ്ടീഷൻ ഡി പ്ലസ് 1.5 mm എന്നുള്ളതാണ്. ഡി ഡാഷ് വിൽ ബി ഈക്വൽ ടു ഡി പ്ലസ് 1.5 mm എന്നും, ഡയമീറ്റർ ഗ്രേറ്റർ ദാൻ 25 mm ആണെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട്, ഗ്രേറ്റർ ദാൻ 25 mm ആകുമ്പോൾ ഡി ഡാഷ് വിൽ ബി ഈക്വൽ ടു ഡി പ്ലസ് 2 mm എന്ന് വരും. ദാറ്റ് മീൻസ് നമുക്കിവിടെ തന്നിരിക്കുന്ന കണ്ടീഷൻ ഏതാണെന്ന് നോക്കാം. തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ ഡയമീറ്റർ ഓഫ് റിവറ്റ് എന്ന് പറയുന്നത് 14 mm ആണ്. 14 mm ഡയമീറ്റർ ആണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 25 mm താഴെയല്ലേ? അപ്പോൾ ആൻസർ എന്ത് വരും? ഡി പ്ലസ് 1.5 എന്ന് വരും. ദാറ്റ് മീൻസ് 15.5. 14 പ്ലസ് 1.5 എന്ന് പറഞ്ഞാൽ 15.5 mm വിൽ ബി ദ ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഡി പ്ലസ് 1.5 mm ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് ഡയറക്ട്ലി ഇങ്ങനെ കണ്ടീഷനും ചോദിക്കാറുണ്ട്, ഇത് വെച്ച് ചെറിയ പ്രോബ്ലവും ചോദിക്കാറുണ്ട്. ഇനി അടുത്ത ചോദ്യം: The effective length of fillet weld of length L is where S is the size of the weld. സോ നമ്മൾ എഫക്റ്റീവ് ലെങ്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? L-4S ആണോ, 2/3 T ആണോ, L-2S ആണോ, 4/5 ആണോ? ഏതാണ് വരിക? എഫക്റ്റീവ് ലെങ്ത് ഓഫ് വെൽഡ് എന്ന് പറഞ്ഞാൽ L-2S ആണ്. ഓപ്ഷൻ സി ആണ്. L-2S 2S എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന എൻഡ് റിട്ടേൺ ആണ് 2S എന്ന് പറഞ്ഞാൽ. സോ L-2S ചെയ്താലാണ് എഫക്റ്റീവ് ലെങ്ത് നമുക്ക് ലഭിക്കുക. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി വിൽ ബി ദ ആൻസർ. The strength of field rivet as compared to shop rivet is same 90%, 80%, 75%. എത്രയാണ് സ്ട്രെങ്ത് ഓഫ് ഫീൽഡ് റിവറ്റ് എന്ന് പറയുന്നത്? ഷോപ്പ് റിവറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ സ്ട്രെങ്ത് സെയിം ആണോ? ഷോപ്പ് റിവറ്റിന്റെ സ്ട്രെങ്ത്തിന്റെ 90% ആണോ? ഷോപ്പ് റിവറ്റിന്റെ സ്ട്രെങ്ത്തിന്റെ 80% ആണോ? അതോ 75% ആണോ എന്നുള്ളതാണ് ചോദ്യം. ഷോപ്പ് റിവറ്റിന്റെ സ്ട്രെങ്ത്തിനെക്കാളും എന്തായാലും കുറവായിരിക്കും ഫീൽഡിൽ വരുമ്പോൾ എന്ന് എല്ലാവർക്കും അറിയാലോ. ഫീൽഡിലേക്ക് വരുമ്പോൾ സ്ട്രെങ്ത് എന്തായാലും ഒന്ന് കുറവായിരിക്കും. അപ്പൊ ഏതായിരിക്കും ആൻസർ?
90% സ്ട്രെങ്ത് ആണ് നമ്മൾ എടുക്കുക. ഓപ്ഷൻ ബി വിൽ ബി ദ ആൻസർ. 90% സ്ട്രെങ്ത് ആണ് നമ്മൾ എടുക്കേണ്ടത്. അടുത്ത ചോദ്യം, ദ മാക്സിമം സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ്. സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആരാ? മാക്സിമം സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പിച്ചാണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. ബിറ്റ്വീൻ റിവറ്റ് ഇൻ ടെൻഷൻ മെമ്പർ ഓഫ് തിക്നെസ് 10 mm. ഓപ്ഷൻ എ 200 mm, ഓപ്ഷൻ ബി 160 mm, ഓപ്ഷൻ സി 120 mm ആൻഡ് ഓപ്ഷൻ ഡി 100 mm. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്? നമുക്ക് മാക്സിമം സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പിച്ചാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കണേന്ന് മനസ്സിലായി. ഇൻ ദ ഡയറക്ഷൻ ഓഫ് ലോഡ് എന്ന് അവരെടുത്ത് പറയില്ല. മാക്സിമം സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം പിച്ചാണ് കണ്ടുപിടിക്കേണ്ടത്. മാക്സിമം പിച്ചിന് 2 കണ്ടീഷൻസാണ് ഉള്ളത്. ടെൻഷൻ മെമ്പർ ആണെങ്കിൽ എന്തായിരുന്നു നമ്മുടെ കണ്ടീഷൻ? 16T ഓർ 200 mm. ഇതിലെ ചെറിയ വാല്യൂ ആണ് നമ്മൾ ടെൻഷൻ മെമ്പർ ആണെങ്കിൽ മാക്സിമം പിച്ചായിട്ട് എടുക്കേണ്ടത്. ഇനി കംപ്രഷൻ മെമ്പർ ആണെങ്കിൽ മാക്സിമം പിച്ച് പി മാക്സ് വിൽ ബി ഈക്വൽ ടു, നമ്മൾ വേറെ 2 കണ്ടീഷനാണ് നോക്കേണ്ടത്, 12T ഓർ 200 mm. ഈ കണ്ടീഷൻസ് ഡയറക്ട്ലി 200 mm എൻ്റെ തല മറിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണുന്നില്ല അല്ലെ, 200 mm കൂടി കണ്ടീഷൻ ഉണ്ട്, 12T ഓർ 200 mm. സോ ഈ 2 കണ്ടീഷൻസ് ഡയറക്ട്ലി എക്സാമിന് ചോദിക്കാറുണ്ട്. ഇതേപോലെയുള്ള ചെറിയ പ്രോബ്ലവും ചോദിക്കാറുണ്ട്. അപ്പൊ എങ്ങനെ ചെയ്യാം? നമ്മളോട് ക്വസ്റ്റ്യനിൽ ടെൻഷൻ മെമ്പർ എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്ത് വരും? തിക്നെസ് ഓഫ് പ്ലേറ്റ് 10 mm ആണ്. സോ 16 × 10 ഓർ 200 mm എന്ന് വരും. 160 ഓർ 200 mm എന്ന് ആൻസർ വരും. ഇതിലെ ചെറിയ വാല്യൂ 160 ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കേണ്ടത് 160 mm ആണ്. ക്ലിയർ ആയോ? സോ നമ്മൾ ഈ 2 കണ്ടീഷൻ, കംപ്രഷൻ മെമ്പർ ആണോ ടെൻഷൻ മെമ്പർ ആണോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ കണ്ടീഷൻ ഫിക്സ് ചെയ്യാൻ. ദെൻ അടുത്ത ചോദ്യം, മിനിമം പിച്ച് ഓഫ് റിവറ്റ് ഷാൽ നോട്ട് ബി ലെസ് ദാൻ 1.5D, 2.5D, 2D, 3D. എത്രയാ വരിക മിനിമം പിച്ച്? മാക്സിമം പിച്ച് നമ്മൾ കംപ്രഷൻ മെമ്പർ ആണോ ടെൻഷൻ മെമ്പർ ആണോ നോക്കിയിട്ട് നമ്മൾ എടുത്തു. മിനിമം പിച്ച് എങ്ങനെയാ എടുത്തത്? ഡി എന്ന് പറഞ്ഞാൽ ഗ്രോസ് ഡയമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവര് ക്വസ്റ്റ്യനിൽ. ദെൻ മിനിമം പിച്ചിന്റെ വാല്യൂ എത്രയാ വരിക? മിനിമം പിച്ച് എന്ന് പറഞ്ഞാൽ 2.5 ടൈംസ് ഡി ആണ്. 2.5 ടൈംസ് ഡി ആണ് നമ്മൾ എടുക്കേണ്ടത്. 2.5 ടൈംസ് ഡയമീറ്റർ ഓഫ് റിവറ്റ് ആണ് നമ്മൾ എടുക്കേണ്ടത്. Then if P and D are pitch and gross diameter of rivet, ഇവിടെ D എന്ന് പറഞ്ഞിട്ടുള്ളത് gross diameter ആണ്. The efficiency of riveted joint is given by eta equal to P divided by P minus D, eta equal to P minus D by P, eta equal to P divided by P plus D and eta equal to P plus D by P. ഏതാണ് നിങ്ങൾ ചൂസ് ചെയ്യാൻ പറ്റുക? എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ള നമുക്ക് അറിയുന്ന ഫോർമുല 2 എണ്ണമാണ്. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ P minus D dash by P, ഓർ നമുക്ക് പിച്ചാണ് തന്നതെങ്കിൽ P minus D dash by P എടുക്കാം. ഇനി പിച്ചിന് പകരം D ആണ് തന്നിട്ടുള്ളെങ്കിൽ B minus D dash by B എടുക്കാം. ഈ 2 ഇക്വേഷൻസ് ആണ് പിച്ചിനുള്ളത്. ഇവിടെ D dash എന്ന് പറഞ്ഞാൽ ഗ്രോസ് ഡയമീറ്റർ ആണ്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഗ്രോസ് ഡയമീറ്റർ D അല്ലേ, D dash അല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഫോർമുലയിൽ നിന്ന് ആൻസർ ചെയ്ത് ചൂസ് ചെയ്യാം. P minus D by P, ഓപ്ഷൻ ബി നമുക്ക് ചൂസ് ചെയ്യാം. ഇവിടെ D എന്ന് പറയുന്നത് നമ്മുടെ D dash ആയിട്ട് നമ്മൾ പഠിച്ചതിന് ഇക്വലന്റ് ആണ്. നമ്മൾ D dash എന്ന് പറഞ്ഞിട്ടാണ് ഗ്രോസ് ഡയമീറ്റർ പറയാറുള്ളത്. പക്ഷെ ഇവിടെ D ആണ് ഗ്രോസ് ഡയമീറ്റർ എന്ന് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞതുകൊണ്ട് നമുക്ക് P minus D by P എന്നുള്ള ആൻസർ ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Effective throat thickness T and size of weld are connected as T equal to KS square, T equal to KS cube, T equal to KS and T equal to K root S. എന്താണ് ഇവ തമ്മിലുള്ള റിലേഷൻ? ഈ ഒരു റിലേഷൻ വരുന്നത് ബേസിക്കലി ഫില്ലറ്റ് വെൽഡിന്റെ കേസിലാണ്. ഫില്ലറ്റ് വെൽഡിന്റെ കേസിൽ T അല്ലെങ്കിൽ ത്രോട്ട് തിക്നെസ് എന്ന് പറഞ്ഞാൽ K × S ആണ്. അപ്പൊ ഏത് വരും? ഓപ്ഷൻ സി വരും. ഇനി ഇവിടെ നിന്ന് ചോദിക്കുന്ന വേറൊരു ചോദ്യം ഉണ്ട്. നമ്മൾ ഈ കെയുടെ വാല്യൂ എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത്? കെക്ക് അല്ലെങ്കിൽ ആ ഒരു കെ എന്ന് പറയുന്നതിന് കോൺസ്റ്റന്റിന് വാല്യൂ ഫിക്സഡ് ആണ്. അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആംഗിൾ ബിറ്റ്വീൻ ഫ്യൂഷൻ ഫേസസ് ആണ്. ആംഗിൾ ബിറ്റ്വീൻ ഫ്യൂഷൻ ഫേസസ് 60 to 90 ഡിഗ്രി ആണെങ്കിൽ കെയുടെ വാല്യൂ വിൽ ബി 0.7. കെ വാല്യൂ ആണ് ഈ പറയുന്നത്. ആംഗിൾ ബിറ്റ്വീൻ ഫ്യൂഷൻ ഫേസസ് 91 to
100 ഡിഗ്രി സെൽഷ്യസ് വരെ വരികയാണെങ്കിൽ 100 വരെ വരികയാണെങ്കിൽ ഡിഗ്രി വരെ വരികയാണെങ്കിൽ 0.65 എന്ന് വരും. ദെൻ 101 മുതൽ 106 ഡിഗ്രി വരെ വരികയാണെങ്കിൽ 0.6 എന്ന് വരും. 107 to 113 ആണെങ്കിൽ 0.55 എന്ന് വരും. ആൻഡ് ഫൈനലി 114 to 120 ഡിഗ്രി ആണെങ്കിൽ ആൻസർ വിൽ ബി 0.5. ഇത് ചോദിക്കാറുണ്ട്. ആംഗിൾ ബിറ്റ്വീൻ ഫ്യൂഷൻ ഫേസസ് ആണിത്. ആംഗിൾ ബിറ്റ്വീൻ ഫ്യൂഷൻ ഫേസസ് ആണ് നമ്മുടെ കെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്ന പാരാമീറ്റർ. അപ്പൊ നിങ്ങളിത് പഠിക്കാൻ എളുപ്പമാണ്. 0.7 നിന്ന് 0.5 കുറച്ച് പോയാൽ മതി. 0.05 കുറച്ച് പോയാൽ മതി. അപ്പൊ 0.7, 0.65, 0.6 അങ്ങനെ പോകും. നമ്മളിവിടെ കോമൺ ആയിട്ട് അഡോപ്റ്റ് ചെയ്യുന്ന ആംഗിൾ ബിറ്റ്വീൻ ഫ്യൂഷൻ ഫേസസ് എന്ന് പറയുന്നത് ഇതിൽ ഏതാണ്? 60 to 90 ഡിഗ്രി ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുമ്പോൾ നിങ്ങളോട് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ കെ വാല്യൂ നിങ്ങൾ 0.7 ആയിട്ടാണ് എടുക്കേണ്ടത്. ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് കെയുടെ വാല്യൂവിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ കെ വാല്യൂ 0.7 ആയിട്ടാണ് എടുക്കേണ്ടത്. ജനറലി ആംഗിൾ ബിറ്റ്വീൻ ഫ്യൂഷൻ ഫേസസും ചോദിക്കാറുണ്ട്. ഇവിടെ നമ്മൾ 60 ഡിഗ്രി മുതൽ 120 ഡിഗ്രി വരെയല്ലേ എഴുതിയിരിക്കുന്നത് ആംഗിൾ. അതും ഒരു ക്വസ്റ്റ്യൻ ആണ്. ആംഗിൾ ബിറ്റ്വീൻ ഫ്യൂഷൻ ഫേസസ് 60 ഡിഗ്രി മുതൽ 120 ഡിഗ്രി വരെയാണ് വേരി ചെയ്യുന്നത്. ലെസ് ദാൻ 60യും ഗ്രേറ്റർ ദാൻ 120യും നമ്മൾ അലോ ചെയ്യാറില്ല. കോമൺ ആംഗിൾ ബിറ്റ്വീൻ ഫ്യൂഷൻ ഫേസ് എന്ന് പറയുന്നത് 60 to 90 ഡിഗ്രിയും കെ വാല്യൂ എന്ന് പറയുന്നത് 0.7ഉമാണ്. ഇതാണ് നമ്മുടെ ഡിഫോൾട്ട് ആയിട്ടുള്ള ഫില്ലറ്റ് വെൽഡിന്റെ ത്രോട്ട് തിക്നെസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇനി ഇത് നമ്മൾ ബട്ട് വെൽഡ് ആണെങ്കിൽ നമ്മൾ എങ്ങനെയായിരുന്നു ചെയ്തത്? ബട്ട് വെൽഡ് ആണെങ്കിൽ ഫുൾ പെനട്രേഷൻ ആണോ പാർഷ്യൽ പെനട്രേഷൻ ആണോ നോക്കിയിട്ടാണ് ഫോർമുല ഫിക്സ് ചെയ്യേണ്ടത്. ബട്ട് വെൽഡിൽ പാർഷ്യൽ പെനട്രേഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ സിംഗിൾ ഗ്രൂവ് വെൽഡ് ആണെങ്കിൽ നമ്മൾ എടുക്കേണ്ട ഫോർമുല ടി വിൽ ബി ഈക്വൽ ടു 5/8 ഇൻറ്റു തിക്നെസ് ഓഫ് തിന്നർ പ്ലേറ്റ് ആണ്. ഇവിടെ ടി എന്ന് പറഞ്ഞാൽ ത്രോട്ട് തിക്നെസ് ആണ്. പക്ഷെ നമ്മൾ റിവറ്റിൽ പറയുന്ന ടി എന്ന് പറയുന്നത് പ്ലേറ്റിന്റെ തിക്നെസ് ആണ് കേട്ടോ. റിവറ്റിലുള്ള ടി എന്ന് പറയുന്നത് പ്ലേറ്റിന്റെ തിക്നെസ് ആയിരുന്നു. വെൽഡിലേക്ക് വരുമ്പോൾ ടി എന്ന് പറഞ്ഞാൽ ത്രോട്ട് തിക്നെസ് ആണ്. ഇനി ഫുൾ പെനട്രേഷൻ ആണെങ്കിലോ, ഫുൾ പെനട്രേഷൻ അല്ലെങ്കിൽ ഡബിൾ ഗ്രൂവ് വെൽഡ് ആണെങ്കിൽ ഈ ഫോർമുല എങ്ങനെ ചേഞ്ച് ആവും? ടി വിൽ ബി ഈക്വൽ ടു തിക്നെസ് ഓഫ് തിന്നർ പ്ലേറ്റ് എന്ന് മാറും. ഈ പ്രൊവിഷൻസ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കണം. ഫില്ലറ്റ് വെൽഡിനാണ് ടി ഈക്വൽ ടു കെ ഇൻറ്റു എസ് നമ്മൾ എടുക്കേണ്ടത്. ബട്ട് വെൽഡ് ആവുമ്പോൾ തിക്നെസ് ഓഫ് പ്ലേറ്റ് അനുസരിച്ചിട്ടാണ് ഇത് വേരി ചെയ്യുക. സിംഗിൾ ഗ്രൂവ് അല്ലെങ്കിൽ പാർഷ്യൽ പെനട്രേഷൻ ആണെങ്കിൽ 5/8 ടൈംസ് തിക്നെസ് ഓഫ് തിന്നർ പ്ലേറ്റും. ഇനി ഫുൾ പെനട്രേഷൻ അല്ലെങ്കിൽ ഡബിൾ ഗ്രൂവ് ആണെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് തിക്നെസ് ഓഫ് തിന്നർ പ്ലേറ്റ് തന്നെയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കണം. ഇതൊക്കെ ചോദ്യങ്ങളാണ് പ്രീവിയസ് ഇയറിൽ പലപ്പോഴും ഓൾ ഇന്ത്യ ലെവൽ. ഇപ്പൊ നമുക്ക് RRBയുടെ എക്സാംസ് വളരെ കുറവ് ക്വസ്റ്റ്യൻ പേപ്പറേ കിട്ടാനുള്ളൂ. അപ്പൊ നമ്മൾ SSC ഒക്കെയാണ് റെഫർ ചെയ്ത് പറയുക. അപ്പം ഓൾ ഇന്ത്യ ലെവൽ എക്സാമിനൊക്കെ സ്ഥിരമായിട്ടുള്ള ചോദ്യത്തിന്റെ പാറ്റേൺ ഇങ്ങനെയാണ് ഉണ്ടാവുക, നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അടുത്ത ചോദ്യം. Bolt are most suitable to carry shear, bending, axial tension, shear and bending. എന്താണ് ബോൾട്ട് എഫക്റ്റീവായിട്ട് റെസിസ്റ്റ് ചെയ്യുന്നത്? ബോൾട്ടിന് എന്താണ് എഫക്റ്റീവായിട്ട് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ചോദ്യം. ബോൾട്ട് ഏതാ എഫക്റ്റീവായിട്ട് എടുക്കാമെന്ന് ആലോചിച്ച് നോക്കിയേ. ബോൾട്ട് ആക്സിയൽ ടെൻഷൻ എടുക്കാനാണ് എഫക്റ്റീവായിട്ട് പറ്റുന്നത്. സോ ആക്സിയൽ ടെൻഷൻ വിൽ ബി ദ ആൻസർ. Then what should be multiplied with permissible bearing stress to find out the strength of rivet in bearing? P minus D into T, pi by 4 D square, pi by 2 D square, D into T. നമ്മൾ എങ്ങനെയാ പെർമിസിബിൾ ബിയറിംഗ് സ്ട്രെസ് കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്? പെർമിസിബിൾ ബിയറിംഗ് സ്ട്രെസ് എങ്ങനെയാ കണ്ടുപിടിക്കുക? പെർമിസിബിൾ ബിയറിംഗ് സ്ട്രെസ് നമ്മൾ കണ്ടുപിടിക്കുക ഏരിയ ഇൻറ്റു പെർമിസിബിൾ ബിയറിംഗ് സ്ട്രെസ് അല്ല കേട്ടോ, സോറി, നമ്മൾ ബിയറിംഗ് സ്ട്രെങ്ത് ആണ്, എനിക്ക് മാറിപ്പോയതാണ്. ബിയറിംഗ് സ്ട്രെങ്ത് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ബിയറിംഗ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏരിയ എന്ന് പറയുന്ന ആളെയാണ് പെർമിസിബിൾ സ്ട്രെസ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഏരിയനെയാണ് പെർമിസിബിൾ സ്ട്രെസ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ റിവറ്റിന്റെ അല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബിയറിംഗിൽ വരുന്ന ഏരിയ എന്ന് പറയുന്നത് D' ഇൻറ്റു T ആയിരിക്കും.
ഡി ഡാഷ് ഇൻറ്റു ടി ആയിരിക്കും, ഇൻറ്റു പെർമിസിബിൾ സ്ട്രെസ് എന്ന് വരും. അപ്പൊ ഇവിടെ ഡി ഡാഷിന് പകരം ഇവർ ഡി ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഏത് ആൻസർ വരും? ഡി ഇൻറ്റു ടി എന്ന് വരും. ഇത് ഓർത്ത് വെക്കാനുള്ള എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ട്രെസ് എന്താണെന്ന് അറിയാം, ഫോഴ്സ് ബൈ ഏരിയ എന്ന് നമുക്കറിയാം. നമുക്ക് സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അതൊരു ഫോഴ്സ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത്. സോ സ്ട്രെങ്ത് അല്ലെങ്കിൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഏരിയനെ നമ്മൾ സ്ട്രെസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും. അപ്പം ബിയറിംഗ് ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ, ബിയറിംഗ് സ്ട്രെങ്ത് ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ പെർമിസിബിൾ ബിയറിംഗ് സ്ട്രെസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ടിയറിംഗ് ആണെങ്കിൽ പെർമിസിബിൾ ടിയറിംഗ് സ്ട്രെങ്ത് ആയിരിക്കും. അങ്ങനെ ഏരിയ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനും പറ്റും. ഇവിടെ നമ്മൾ ഡി ഇൻറ്റു ടി വെച്ചിട്ടാണ് പെർമിസിബിൾ ബിയറിംഗ് സ്ട്രെസ് കണ്ടുപിടിക്കേണ്ടത്. ബിയറിംഗ് സ്ട്രെസ്സിനെ ഡി ഇൻറ്റു ടി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ബിയറിംഗ് സ്ട്രെങ്ത് നമുക്ക് ലഭിക്കുക. ക്ലിയർ ആയോ? ദെൻ അടുത്ത ചോദ്യം, pick the wrongly written assumption taken in analysis of rivet joints. Option A, friction in plate is negligible. Option B, uniform stress distribution in plate is not considered. Option C, bending moment is not taken into consideration. And option D, total load on the joint is equally shared by all rivets. എന്താണ് assumptions in rivet analysis? മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ യൂണിഫോം ആണ്, അല്ലെങ്കിൽ സ്റ്റിയർ സ്ട്രെസ്സിന്റെയോ ബിയറിംഗ് സ്ട്രെസ്സിന്റെയോ ആക്സിയൽ സ്ട്രെസ്സിന്റെയോ കോൺസെൻട്രേഷൻ ഇല്ല. ഫ്രിക്ഷൻ ബിറ്റ്വീൻ പ്ലേറ്റും ബെൻഡിങ് സ്ട്രെസ് ഒക്കെ നമ്മൾ നെഗ്ലക്ട് ചെയ്യും. പിന്നെ റിവറ്റ് ഹോളിന്റെ ഉള്ളിൽ കംപ്ലീറ്റ് ആയിട്ട് റിവറ്റ് ഫില്ല് ചെയ്തിരിക്കും. ഇതൊക്കെയാണ് നമ്മുടെ അസംഷൻസ്. അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഓപ്ഷൻ എ കറക്റ്റ് അല്ലേ? ഫ്രിക്ഷൻ ഇൻ പ്ലേറ്റ് ഈസ് നെഗ്ലിജിബിൾ. അത് കറക്റ്റ് ആണ്, ഫ്രിക്ഷൻ നെഗ്ലക്ട് ചെയ്യുന്നുണ്ട്. യൂണിഫോം സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഇൻ പ്ലേറ്റ് ഈസ് നോട്ട് കൺസിഡേർഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. യൂണിഫോം സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ആണെന്നാണ് നമ്മൾ റിവറ്റ് അനാലിസിസിൽ എടുക്കുന്ന അസംഷൻ. അപ്പൊ അതുകൊണ്ട് ഇത് തെറ്റാണ്. ഓപ്ഷൻ ബി വിൽ ബി ദ ആൻസർ. ആൻഡ് ഓപ്ഷൻ സി നോക്കിയേ, ബെൻഡിങ് മൊമെന്റ് ഈസ് നോട്ട് ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ. അത് കറക്റ്റ് ആണ്. ആൻഡ് ഓൾസോ ടോട്ടൽ ലോഡ് ഓൺ എ ജോയിന്റ് ഈസ് ഈക്വലി ഷെയർഡ് ബൈ ഓൾ റിവറ്റ്. അതും കറക്റ്റ് അല്ലേ? ഒരു 100 kN ലോഡാണ് വരുന്നതെങ്കിൽ 5 റിവറ്റ് ഉണ്ടെങ്കിൽ 5 റിവറ്റും ആ ലോഡ് ഈക്വലി ആണ് എടുക്കുക. ഈക്വലി എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു റിവറ്റ് 20 kN ലോഡ് വെച്ചിട്ട് എടുക്കും. അല്ലാതെ ഒരു റിവറ്റ് 30 kN, അടുത്ത റിവറ്റ് 10 kN, അങ്ങനെയല്ല. എല്ലാ റിവറ്റും ഒരേപോലെയാണ് ലോഡ് എടുക്കുന്നത്. അപ്പം ആ ഒരു ഓപ്ഷനും കറക്റ്റ് ആണ്. ആൻസർ വിൽ ബി ഓപ്ഷൻ ബി. ദെൻ അടുത്ത ചോദ്യം, the distance between two rivets measured perpendicular to the direction of applied force is known as pitch, gauge, stargate pitch, edge distance. എന്തായിരിക്കും വരിക? നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷനിൽ 2 റിവറ്റുകൾ തമ്മിലുള്ള സെന്റർ ടു സെന്റർ ദൂരമാണ് പിച്ച്. ഇനി ലോഡ് അപ്ലൈ ചെയ്യുന്നതിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലുള്ള സെന്റർ ടു സെന്റർ ദൂരമാണ് ഗേജ്. അപ്പൊ ഏത് ആൻസർ വരിക? ലോഡ് അപ്ലൈ ചെയ്യുന്നതിന് പെർപെൻഡിക്കുലർ ഡയറക്ഷൻ അല്ലേ? ആൻസർ വിൽ ബി ഗേജ്. ഇപ്പൊ ഞാൻ പടം വരയ്ക്കുകയാണെങ്കിൽ ഇതെന്റെ പ്ലേറ്റ് ആണെങ്കിൽ ഞാൻ ഇവിടെയൊക്കെ ഇങ്ങനെ ബോൾട്ടുകൾ കൊടുക്കുമല്ലോ. ഈ ബോൾട്ടുകൾ അല്ലെങ്കിൽ റിവറ്റുകളൊക്കെ കൊടുക്കുമ്പോൾ ഇത് ലോഡ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷനാണ് ഈ കാണിക്കുന്നത്. ലോഡിന്റെ ഡയറക്ഷനിലുള്ള സെന്റർ ടു സെന്റർ ദൂരത്തിനെ പിച്ച് എന്ന് പറയും. ആൻഡ് ലോഡ് അപ്ലൈ ചെയ്യുന്നതിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനെ നമ്മൾ ഗേജ് എന്ന് പറയും. ഗേജിന് വേറൊരു പേരും കൂടി ഉണ്ട്, ബാക്ക് പിച്ച് എന്നും പറയാറുണ്ട്. ബാക്ക് പിച്ച് എന്നും പറയാറുണ്ട്, ഗേജ് അല്ലെങ്കിൽ ബാക്ക് പിച്ച്. ദെൻ അക്കോർഡിംഗ് ടു Unwin's formula, the relation between diameter of rivet d in mm and thickness of plate in t in mm is given by d equal to t, d equal to 6.01 root t, d equal to 2t, d equal to 2.6t. ഇതില് ക്വസ്റ്റ്യൻ 2 രീതിയിൽ ചോദിക്കാറുണ്ട്. പ്രോബ്ലം ആയിട്ട് ചോദിക്കും, തിക്നെസ് ഓഫ് പ്ലേറ്റ് തന്നിട്ട് ഡയമീറ്റർ കണ്ടുപിടിക്കാൻ ചോദിക്കും, അല്ലെങ്കിൽ അൺവിൻസ് ഫോർമുല ഡയറക്ട്ലി ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കും. അൺവിൻസ് ഫോർമുല എന്താണ്? 6.01 റൂട്ട് ടി അല്ലെങ്കിൽ 6.05 റൂട്ട് ടി എന്നുള്ളതാണ് അൺവിൻസ് ഫോർമുല. രണ്ടും അൺവിൻസ് ഫോർമുല തന്നെയാണ്. അപ്പോൾ ഓപ്ഷൻ ബി വരും. പിന്നെ പ്രോബ്ലം വരുന്ന സമയത്ത് പലപ്പോഴും റൂട്ടിൻ്റെ ഉള്ളിൽ നമുക്ക് ഈസി ആയിട്ട് വരുന്നത്, ഇപ്പൊ 16 ഒക്കെ ആണെങ്കിൽ റൂട്ട് 16 4 ആണെന്ന് അറിയാലോ, അങ്ങനെയായിരിക്കും തിക്നെസ് തരിക. നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്ന തിക്നെസ് മാത്രമേ ആൻസറിൽ ക്വസ്റ്റ്യനിൽ വന്ന് കണ്ടിട്ടുള്ളൂ. സോ അൺവിൻസ് ഫോർമുല 6.05 റൂട്ട് ടി അല്ലെങ്കിൽ 6.01 റൂട്ട് ടി. എഗെയിൻ അടുത്ത ചോദ്യം, the throat in a fillet weld is larger side of the triangle of the fillet, hypotenuse of the triangle of the fillet,
smaller side of the triangle of the fillet and perpendicular distance from root to the hypotenuse. എന്തായിരുന്നു വെൽഡിലെ ത്രോട്ട് തിക്നെസ് അല്ലെങ്കിൽ ത്രോട്ട് എന്ന് പറഞ്ഞാൽ വെൽഡ് നമ്മൾ ഇമേജിനറി ആയിട്ട് പറയുക ഈ ഒരു രീതിയിലൊക്കെയാണ്. ഇമേജിനറി ഒരു ട്രയാങ്കിൾ ആയിരിക്കും ഫോം ചെയ്യാന്നൊക്കെ നമ്മൾ അസ്യൂം ചെയ്യുന്നുണ്ടാകും. ഈ ട്രയാങ്കിളിന്റെ റൂട്ടിൽ നിന്ന്, ഇതാണ് റൂട്ട് പോർഷൻ, ഹൈപ്പോടെന്യൂസിന്റെ സെന്ററിലേക്ക് ഞാനൊരു ലൈൻ ഇട്ടാൽ ഈ ഒരു ഭാഗത്തിനെയാണ് ത്രോട്ട് എന്ന് പറയുക, ത്രോട്ട് തിക്നെസ് അല്ലെങ്കിൽ ത്രോട്ട് എന്ന് പറയുക. അപ്പോൾ എന്താ നമ്മുടെ ഓപ്ഷൻ ഡി വരും. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം റൂട്ട് ടു ദ ഹൈപ്പോടെന്യൂസ് എന്നുള്ളത് വരും. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള എളുപ്പത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഏത് സബ്ജക്റ്റ് എന്ന് ചോദിക്കുക, സ്റ്റീൽ എന്ന് ചോദിക്കുള്ളൂ. വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ക്വസ്റ്റ്യൻസ് ഒന്ന് നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിച്ചാൽ മതി. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, CBT2 നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. സൈലം ടെക്നിക്കലിന്റെ LSCD AE പുതിയ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ LSCD AE എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് നമ്മുടെ ബാച്ചിലേക്ക് ഫീച്ചേഴ്സ് ഒക്കെ നോക്കി ജോയിൻ ചെയ്യുക. നമ്മുടെ ബാച്ചിൽ കംപ്ലീറ്റ്ലി റെക്കോർഡഡ് സെഷൻസ് അവൈലബിൾ ആയിരിക്കും ക്രാഷ് ബാച്ചിന്. അതേപോലെ ലൈവ് ഡിസ്കഷൻ സെഷൻസ് ഉണ്ടായിരിക്കും. അത് മാത്രമല്ല നിങ്ങൾക്ക് എക്സാംസും കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ LSCD AE എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ LSCD AE ബാച്ചിലേക്ക്, ക്രാഷ് ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ പറയാൻ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് CBT2 വേണ്ടി പ്രിപ്പയർ ചെയ്യുക. നമുക്ക് അടുത്തൊരു സെഷനിൽ കാണാം. താങ്ക് യു ഓൾ.